ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ വെൽക്കം ടു നവമി ആൻഡ് നിർവേദ് വ്ലോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് അലോവേര ജെല്ലിൻ്റെ ഒരു പാക്ക്. അതെ, വീട്ടിൽ തന്നെ നമ്മുടെ വീട്ടിൽ അലോവേര ഉണ്ട്. അപ്പോൾ അതെങ്ങനെ യൂസ് ചെയ്യുന്നത് കാണിച്ചു തരാം. 1-2 വട്ടം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നല്ലതാണ് അലോവേര മുഖത്തിനും തലയ്ക്കൊക്കെ. തിരിഞ്ഞിക്ക് ഇപ്പോൾ മുടി കുളിക്കണതിൻ്റെ മുന്നേ എങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അലോവേര പൊട്ടിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 1-2 വട്ടം ചെയ്തിട്ടുണ്ട്, പിന്നെ കുറേ ചെയ്യാറില്ല. അപ്പോൾ സ്കൂളിലിരുന്ന സൺഡേ അല്ലേ, അപ്പോൾ ഒന്ന് ലീവാണ്. അപ്പോൾ നമുക്കത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അലോവേര ആദ്യം പൊട്ടിക്കണം. ഓക്കെ, മുറിച്ചു കൂട്ടുകാരെ, മുറിച്ചു. ഓ, ഇത് മഞ്ഞ കളർ മാറ്റാൻ വെക്കണം. ഓ, അതാ അപ്പം വരാം. ഇത് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഫ്രണ്ട്സ്, അതിന്റെ അടിയിൽ കണ്ടു ഒരു മഞ്ഞ മഞ്ഞ പോണം. പിന്നെ ഇവിടെ ക്ലീൻ ആക്കണം. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലീൻ ആക്കാം കേട്ടോ. യെസ്, അപ്പൊ നമുക്ക് ക്ലീൻ ആക്കി മഞ്ഞൊക്കെ പോയിട്ട് കാണാം. നമ്മൾ അലോവേര മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായി ഒന്ന് കഴുകുക. അതിൻ്റെ ആ കറ ഉണ്ടല്ലോ, യെല്ലോ കളർ ഉള്ള കറയൊക്കെ നമ്മൾ നന്നായി വൃത്തിയിൽ കഴുകി നീറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി കത്തിയോണ്ട് ഇതിൻ്റെ 2 സൈഡും നമുക്ക് മുറിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലെ പൾപ്പ് എടുക്കുക. ആ പൾപ്പ് എടുത്തിട്ട് നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് അടിക്കാം, അല്ലെങ്കിൽ സ്പൂണിട്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കുക. 1 സ്പൂൺ കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണയും യൂസ് ചെയ്യുക. എന്നിട്ട് തലയിൽ നന്നായി പിടിപ്പിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് കട്ട് ചെയ്തോളൂ. ഇത് മുറിച്ചിട്ട് പൾപ്പ് എടുത്തിട്ട് കാണാം. അപ്പൊ ഫ്രണ്ട്സ്, അമ്മ നുറുക്കുക കേട്ടോ. അതിന്റെ സൈഡത്തെ എന്താ പറയാ, മുള്ളൊക്കെ കളഞ്ഞു. ഇതിപ്പോ ഇങ്ങോട്ട് ഇടുന്നുണ്ട് കേട്ടോ. ഇത് മുറിച്ചിട്ട് ഇതിന്റെ പൾപ്പ് അങ്ങോട്ട് എടുക്കുക. അത്രേ ഉള്ളൂ ഫ്രണ്ട്സ്, വളരെ എളുപ്പമാണ് ഫ്രണ്ട്സ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അലോവേര എല്ലാവരുടെ വീട്ടിലുണ്ടാവും. പൾപ്പ് എടുക്കാം. അപ്പൊ നമുക്ക് പൾപ്പ് എടുക്കാം. പൾപ്പ് എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. അമ്മീ, ഞാനൊന്ന് പൾപ്പ് എടുത്ത് നോക്കട്ടെ. ഇങ്ങനെയാണ് പൾപ്പ് എടുക്കുക. അപ്പൊ നമുക്ക് പൾപ്പ് എടുത്തിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇങ്ങനെ നമ്മൾ അലോവേരയുടെ പൾപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സിയിൽ ഇട്ടിട്ട് അടിക്കണം ശരിക്കും, പക്ഷെ ഇവിടെ മിക്സി ഒഴിവില്ല. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ സ്പൂൺ എടുത്തിട്ട് ഒന്ന് നന്നായി, അതെ, എന്നിട്ട് ഇതിലേക്ക് ഇനി 1 സ്പൂണ് കോക്കനട്ട് ഓയിലാണ് ആഡ് ചെയ്യേണ്ടത്. കൈ കൊണ്ട് ആക്കാം കേട്ടോ. നമ്മുടെ കുട്ടികളുടെ തലയിൽ തേക്കുന്നതുകൊണ്ട് നമുക്ക് കൈ നല്ല ക്ലീൻ ആക്കിയിട്ട് ആ പൾപ്പൊന്ന് ഇങ്ങനെ നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കൊരു സ്പൂണ് കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ, ശുദ്ധമായ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കാം. അപ്പം അത് എടുത്തോളൂ പോയി. അപ്പം ഞാൻ കോക്കനട്ട് ഓയിൽ എടുത്തിട്ട് വരാം. അപ്പം ഇതാ കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഈ പൾപ്പൊന്ന് മിക്സിയിലിട്ടിട്ട് അടിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാലേ ഇവിടെ മിക്സി ഒഴിവില്ല. ഇവിടെ ഇന്ന് നോൺ ഉണ്ടാക്കണോണ്ട് മിക്സിയിൽ മറ്റേ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മള് ഇത് എടുത്തിട്ട് കോക്കനട്ട് ഓയിലും ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് തലയിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക. അപ്പൊ മുടിക്ക് നല്ല സ്മൂത്ത്നെസ് ഫീൽ ചെയ്യും കേട്ടോ. അപ്പൊ തലയിൽ തേക്കുന്ന വീഡിയോ നമുക്ക് എടുക്കണം. എങ്ങനെ എടുക്കും? ഇനി ഓപ്ഷൻ ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അമ്മമ്മ അടുക്കളയിൽ തിരക്കിലാണ്. അച്ഛൻ വേദുവിനെ പുറത്തേക്ക് പോയി. അവൻ വരുമ്പോഴേക്കും ഞങ്ങൾക്ക് വീഡിയോ എടുക്കണം. അതാണ് ഇപ്പൊ തന്നെ എല്ലാം പറഞ്ഞെല്ലാം തീർക്കും. എങ്ങനെയെങ്കിലും ഞങ്ങൾ തലയിൽ തേക്കുന്ന, അമ്മ തലയിലും തേക്കണം. അപ്പൊ ഇതെങ്ങനെയാട്ടോ വരുന്നത്. അപ്പൊ നമുക്കിനി തലയിൽ തേക്കാം. നമുക്കിത് തലയിൽ തലമുടി വേറെ എടുത്തിട്ടുണ്ട് കേട്ടോ. തലയിൽ നമുക്ക് തേക്കാം. നേരെ പിടിക്കണ്ട, തല ശരിക്കും പിടിക്ക്. അതവിടെ വെക്കൂ. അലോവേര അവിടെ വെക്കൂ. മാറൂ, അവിടെ വെക്കൂ. ശരിക്കും ഒന്ന് പേസ്റ്റ് ആവണം കേട്ടോ. അതെ, കട്ട ഉണ്ട്. അപ്പൊ തലയിൽ നമ്മൾ തേക്കണോണ്ട് കുഴപ്പമില്ല. നീ തേക്കണ്ട, ഞാൻ തേച്ചതാ. ശരിക്കും ഒറ്റ കൈ കൊണ്ട് ഫോണും ഒരു കൈ കൊണ്ട്
വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്, അതുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കുക. നേരെ നിൽക്കടാ, നേരെ നിൽക്ക്. പിന്നെ നിന്ന് നല്ല മഴ ദിവസമാണ് കേട്ടോ. അപ്പം ഞാൻ അത് ഫുള്ള് തേച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ അവളുടെ തലയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് പിടിച്ചിട്ട് കഴുകി കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ അലോവേര ജെല്ല് നന്നായി മിക്സിയിലിട്ട് അടിക്കണം കേട്ടോ നിങ്ങൾ. ഞങ്ങൾക്കത് പറ്റിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ മിക്സിയിലിട്ട് നന്നായി അടിച്ചിട്ട് 1 സ്പൂണ് വെളിച്ചെണ്ണ നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, 1 സ്പൂണ് വെളിച്ചെണ്ണയും യൂസ് ചെയ്തിട്ട് നന്നായിട്ട് സ്കാൽപ്പിലും മുടിയിലും എല്ലാവിടെയും തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇതാ കുളിച്ച് കഴുകി കളിയുക. തല എന്നിട്ട് ചെറുതായി വേണമെങ്കിൽ ഷാമ്പു ഇട്ട് കഴുകുക കേട്ടോ. ഞങ്ങളിപ്പോൾ ഇന്ന് ഷാമ്പു ഇടുന്നില്ല, കാരണം എന്താ വെച്ചാൽ നാളെ മണ്ടല്ലേ സ്കൂളുണ്ട്, അപ്പോൾ മുടീന് ഇതാവണ്ട. അപ്പം എങ്ങനെയാണ് ഫൈനൽ ലുക്ക് എന്ന് നമ്മൾ കാണിച്ചു തരാം കേട്ടോ ഫ്രണ്ട്സ്. എനിക്ക് ഇത്രയൊക്കെ ഹെയർ കെയർ നമ്മളോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, ഹെയർ എന്താണ് ചെയ്യുന്നത്, എന്താണ് നീളം വയ്ക്കാൻ ചെയ്യുന്നത്, എന്തൊക്കെ ടിപ്സ് പറഞ്ഞു തരുമെന്ന്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, ഓൾറെഡി നമ്മൾ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അധികം ഒന്നും ടിപ്സ് പറയാൻ നമ്മൾ ചെയ്യില്ല, ഇങ്ങനെ ചെറിയ ചെറിയ ടിപ്സ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ അവൾക്ക് ഓൾറെഡി മുടി ഉണ്ട്, അത് നമ്മൾ വളർത്തുന്നു, നന്നായി നോക്കുന്നു. നമ്മുടെ മുടി നമ്മൾ തന്നെ സൂക്ഷിച്ചാൽ നമുക്കുണ്ടാവും. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ ടിപ്സേ ഉള്ളൂ. പിന്നെ ഇനി എന്തെങ്കിലും നമ്മൾ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം, അത്രയേ ഉള്ളൂ. അപ്പം എന്നാൽ നമ്മൾക്ക് കുളിച്ചിട്ട് കാണാം അല്ലേ ബേബി കുട്ടിയെ? കുളിച്ചിട്ട് ഇനി പഠിക്കാല്ലേ? നാളെ അവർക്ക് എക്സാം ഉണ്ട്, മറ്റന്നാൾ എക്സാം ഉണ്ട്, ഒരുപാട് പഠിക്കാണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോസ് മാത്രം എടുത്തിട്ട് കാര്യമില്ലല്ലോ, രണ്ടും കൂടി പോകണം. അപ്പോൾ പഠിക്കേണ്ട സമയത്ത് പഠിക്കണം, വീഡിയോസ് എടുക്കുന്ന സമയത്ത് വീഡിയോ എടുക്കണം. അത് എടുത്തു വെച്ചിട്ടില്ലല്ലോ, മുഖത്ത് വയ്ക്കാനാവട്ടോ. അത് നല്ലതാണ് കേട്ടോ, കറ്റാർവാഴ മുഖത്ത് വയ്ക്കുന്നത് നല്ലതാണ്. നമുക്കിവിടെ ഞാനൊരു ജെല്ല് വാങ്ങിയിട്ടുണ്ടല്ലോ, കാട്ടി തന്നിട്ടില്ലേ നമ്മൾ ലോങ് വീഡിയോയിൽ, മമ്മാരത്തിൻ്റെ ഈ അലോവേരയുടെ ജെല്ലുണ്ട്, അത് നമുക്ക് തലയിൽ തേക്കാം കേട്ടോ. അത് തലയിലും തേക്കാം മുഖത്തും തേക്കാം. പക്ഷെ ഇന്ന് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള അലോവേര പൊട്ടിച്ചിട്ട് തേച്ചു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ കഴുകിയിട്ട് കാണാം അല്ലേ ബേബി? വേദു വരുമ്പോഴേക്കും ഞങ്ങൾക്ക് റെഡി ആവണം, പണികളുണ്ട്. അതെ, ഓക്കെ, ബൈ. നമ്മുടെ മുടി കഴുകി തിരിഞ്ഞുക്കൂ. മുടി അലോവേര ജെല്ലും കോക്കനട്ട് ഓയിലൊക്കെ ഉപയോഗിച്ചിട്ട് മുടി കഴുകി. ഇപ്പോൾ കണ്ടില്ലേ, മുന്നത്തെ മുടി ഭയങ്കര ഷാമ്പുട്ട പോലെ ആയിരുന്നു, ഇപ്പോൾ ഒരു ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇത്തിരി കറുപ്പും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. ഇപ്പോൾ നാളെ സ്കൂളിൽ പോകാനുള്ളതുകൊണ്ട് മുടി 2 ഭാഗം കെട്ടണം. അപ്പോൾ ഇങ്ങനെ നല്ല സിൽക്ക് പോലെ ആയിരിക്കണം മുടി. അപ്പോൾ കാരണം ഈ നമ്മൾ കൂടുതൽ ഷാമ്പു ഇട്ട മുടി ഇങ്ങനെ പൊട്ടിപ്പോവും കേട്ടോ. അപ്പോൾ എപ്പോഴും ഷാമ്പുണ്ട്. ഇത് യൂസ് ചെയ്തിട്ട് ഷാമ്പു ഇടും ചെയ്യാം കേട്ടോ. പുറത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഷാമ്പു ഇട്ട് അടിപൊളിയായിരിക്കും, നല്ല ഭംഗിയുണ്ടായിരിക്കും മുടിയാണോ ഒന്ന് തിരിയും ഞാൻ. ഇതാ കണ്ടോ, ഇപ്പോൾ ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക്. നിങ്ങൾ മുന്നത്തെ കണ്ടിട്ടുണ്ടാവും. ഭയങ്കര ഷാമ്പു. ഇതിപ്പോൾ നമ്മൾ അലോവേരയും കോക്കനട്ട് ഓയിലും യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് കേട്ടോ. അതെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഇങ്ങനെ വല്ല ഹെയർ കെയർ വീഡിയോ ഞങ്ങൾ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതുപോലെ എന്തെങ്കിലും ടിപ്സ് നിങ്ങൾക്ക് ഇങ്ങോട്ട് തരാനുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഞങ്ങൾക്ക് തരിക, ഞങ്ങളത് സ്വീകരിക്കുന്നതാണ് കേട്ടോ. ബൈ ബൈ, നല്ലൊരു ദിവസമായിരിക്കട്ടെ.